നിതുമോന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. വീഡിയോ കോൾ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇവിടുന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞ സാധനമാണ് കേട്ടോ ഇത്. നിങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നുന്നില്ലേ? ഇത് എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം, പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണിത്, അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ കൊണ്ടുവരാൻ പറഞ്ഞത്. കണ്ടോ എന്താണെന്ന് മനസ്സിലായോ? ഗ്രീൻ പീസാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും ഇതില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായി ഇത് കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവരാൻ പറഞ്ഞത്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇന്ന് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിതുമോൻ പറഞ്ഞു ഇത് കഴിച്ച് മടുത്തതാ, ഇത് വെച്ചും ഒന്നും തയ്യാറാക്കണ്ട. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈശയുടെ കുറച്ച് പ്രൊഡക്റ്റ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. അതിൽ ബിരിയാണി മസാലയുണ്ട്. അപ്പോൾ നിതുമോൻക്ക് ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ബിരിയാണി തയ്യാറാക്കി കൊടുക്കാം. ബിരിയാണി മസാലയുടെ പാക്കറ്റ് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് നല്ല തിളച്ച വെള്ളം ഒരു കപ്പ് ഒഴിച്ച് 3 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഡീഹൈഡ്രേറ്റ് ചെയ്ത മസാലകളാണിത്, അതായത് വെള്ളത്തിൻ്റെ അംശം മൊത്തം കളഞ്ഞത്. അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി കുറച്ച് സമയം വെക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും ഒരു 4 വലിയ കഷ്ണം ചിക്കനും ചേർത്ത് കൊടുത്ത് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച്, ഞാനിത് കനലിലാണ് തയ്യാറാക്കുന്നത്, ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ എരിവോ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കൻ വെച്ച് തയ്യാറാക്കുന്നതിനുള്ള മസാല ഉണ്ട് ഇത്. വേറൊരു മസാലകളും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച നെയ്ച്ചോറ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം ഒന്ന് ദം ചെയ്ത് വെക്കാം. ഈശയുടെ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളേഴ്സോ അല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടുന്നതിനുള്ള ഒരു ഐറ്റംസും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. നല്ല കനലിലൊരു 5 മിനിറ്റാണ് കേട്ടോ ഞാൻ ദം ചെയ്തത്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. നല്ലൊരു മലബാർ ദം ബിരിയാണിയുടെ മണമാണ് കേട്ടോ വരുന്നത്. എത്ര പെട്ടെന്നാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കിയത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ മക്കൾക്ക് 2 ആൾക്കും ബിരിയാണിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ വിചാരിക്കുന്നത് ഈശയുടെ 1-2 പാക്കറ്റ് എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് കരുതണം എന്നാണ്. ബിരിയാണി മസാല മാത്രമല്ല കേട്ടോ, പെട്ടെന്ന് വ്യത്യസ്തമായിട്ടുള്ള കറികളൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന കറി മസാലകളുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കനോ ബീഫോ മട്ടനോ എഗ്ഗോ പനീറോ സോയയോ അങ്ങനെ എന്ത് ഐറ്റം വെച്ചിട്ടും പെട്ടെന്ന് കറികൾ തയ്യാറാക്കാൻ പറ്റുന്ന മസാലയാണിത് കേട്ടോ.